ശ്രീരാമൻ പ്രതിജ്ഞയെടുത്തു, ഞാൻ അച്ഛൻ്റെ വാക്കിനെ പാലിക്കുന്നു. അപ്പോൾ കൈകേയി സന്തോഷത്തോടു കൂടി പറഞ്ഞു, എന്താണ് അച്ഛൻ്റെ വാക്ക്? ഒന്ന്, നിനക്ക് വേണ്ടി അഭിഷേകത്തിന് തയ്യാറാക്കിയ സാധനങ്ങളെ കൊണ്ട് ഭരതൻ അഭിഷേകം ചെയ്യണം. രണ്ടാമത്തെ വരം, നീ 14 കൊല്ലം കാട്ടിൽ പോകണം. നിന്നോടത് പറയാനായിട്ട് അച്ഛന് വലിയ മടിയുണ്ട്, അതുകൊണ്ടാ. ശ്രീരാമൻ പറഞ്ഞു, അതിനെന്താ, ഭരതൻ രാജാവായിട്ടാ ഇരിക്കട്ടെ, ഞാൻ കാട്ടിലേക്ക് പോവാം. എന്നോടത് പറയാനായിട്ട് അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നത്? രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ഭരതൻ മതി, രാജ്യം ഉപേക്ഷിക്കാനായിട്ട് ഞാനും മതി. എത്ര വളരെ എളുപ്പമായിട്ടാണ് രാമൻ പറയുന്നത്. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. ഈ രാജ്യം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലോ ദണ്ഡകവാസം, ദണ്ഡകം എന്ന് പറഞ്ഞാൽ ദണ്ഡകവനം, കാട്ടിലേക്ക് പോകാൻ തന്നെ വളരെ എളുപ്പമാണ്. അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമുണ്ട്, അതുകൊണ്ടാ ഈ ദേഹം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. കാട്ടിൽ പോയാൽ ഈ ദേഹത്തെ മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള ആൾക്കാരെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും രാമൻ എങ്ങനെയാണ് തനിക്ക് അഭിഷേകം വന്ന സമയത്ത് പറഞ്ഞത്, എങ്ങനെയാണ് തനിക്ക് അഭിഷേകമില്ല കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത്, ഈ രണ്ട് സമയത്തും രാമൻ എങ്ങനെയാണ് പ്രതികരിച്ചത്, എന്തായിരുന്നു രാമന്റെ ഭാവം? ഉപനിഷത്തിലും വേദാന്തത്തിലൊക്കെ പറയും, സുഖദുഃഖങ്ങൾ വരുന്ന സമയത്ത് അവയെ സമഭാവനയോടെ കാണണം. സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭവും ജയാജയവും എന്ന് ഭഗവത്ഗീതയിൽ പറയും. ഇവ ദ്വന്ദ്വങ്ങളാണ്, ഇരട്ടകളാണ്, വിരുദ്ധങ്ങളായ ദ്വന്ദ്വങ്ങളാണ്. ഇവയെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഭഗവത്ഗീതയിൽ ആദ്യം പറയും സഹിക്കാൻ പറയും, പിന്നെ പറയും സമഭാവനയോടെ കാണാൻ പറയും. ആദ്യത്തെ സുഖമായിരുന്നു രാമന്, എന്താ, അഭിഷേകം, നിനക്ക് അഭിഷേകം നിശ്ചയിച്ചു. ഈ സമയത്ത് രാമൻ ലക്ഷ്മണനോട് വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ, എന്നെ അച്ഛൻ അഭിഷേകം ചെയ്യുന്നുണ്ട് യുവരാജാവായിട്ട്, പക്ഷെ നീയാണ് രാജ്യം ഭരിക്കേണ്ടത്, നീയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടതെന്ന് ലക്ഷ്മണനാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുത്തത്. ഇവിടെ രാമനോട് കൈകേയി പറയാണ്, അല്ലെങ്കിൽ അച്ഛന് വേണ്ടി അമ്മ പറയാണ് കാട്ടിലേക്ക് പോകാൻ. അപ്പൊ പറയാണെന്ത്, അതും അതെ, സുഖം വന്നു ദുഃഖം വന്നപ്പോഴും അതുപോലെ. ദുഃഖം വന്നപ്പോഴും എന്താ പറഞ്ഞത്? സങ്കടപ്പെട്ട് നിലവിളിക്കല്ല ചെയ്ത്, നന്നായി, ഈ രാജ്യം ഭരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ, അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമുണ്ട്, സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്ക്, എന്നോട് വലിയ സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഈ ദേഹം മാത്രം നോക്കിയാൽ മതി ഭരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ രാമന് വലിയ നഷ്ടമാണ്. എത്രയും വലിയ രാജ്യത്തിന്റെ അവകാശം മുഴുവൻ ഒറ്റയടിക്ക് നിഷേധിക്കുക. പക്ഷെ അപ്പോഴും രാമൻ, ദുഃഖം വന്നപ്പോഴും രാമൻ എന്ത് ചെയ്തു? അതിനെയും സ്വീകരിച്ചു. എങ്ങനെ സുഖം വന്നാൽ നമ്മൾ സ്വീകരിക്കുമോ അതുപോലെ ദുഃഖത്തെയും സ്വീകരിക്കണമെന്ന് രാമൻ നമ്മളെ പഠിപ്പിച്ചത് ഒന്ന് പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീരാമന്റെ. നമുക്കൊക്കെ എത്ര പേർക്ക് ഈ സുഖദുഃഖങ്ങൾ വന്നാൽ അതിനെ ഒരുപോലെ സ്വീകരിക്കാൻ സാധിക്കും? അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബ സ്വത്തൊക്കെ ഭാഗിച്ചു തരുമല്ലോ. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ ഭൂമിയായിരിക്കാം, ചിലപ്പോൾ സ്ഥാപനങ്ങളായിരിക്കാം. എന്തായാലും അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വത്ത് തരുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവില്ല. തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? നമ്മുടെ അച്ഛനോടും അമ്മയോടുള്ള നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും? ചില ആൾക്കാർ തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബലമായിട്ട് എഴുതി വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ രാജ്യാഭിഷേകം, രാജ്യം മുഴുവൻ എന്താ പറയുക, നേടാനുള്ള അവസരം ഉണ്ടായിട്ട് അത് ഒറ്റയടിക്ക് തട്ടിക്കളഞ്ഞ സമയത്ത് രാമൻ എങ്ങനെ അതിനെ സ്വീകരിച്ചു? അത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് രാമന്റെ ഈ വാക്കുകൾ. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൽ, ഈ രാമായണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. രാമൻ എങ്ങനെ ഈ സുഖദുഃഖങ്ങൾ വന്നപ്പോൾ അതിനെ നേരിട്ടു? സമഭാവനയാണ്. സുഖം വന്നപ്പോൾ അതിനെ സ്വീകരിച്ചു, ദുഃഖം വന്നപ്പോഴും അതിനെ സ്വീകരിച്ചു. എങ്ങനെ സുഖത്തെ സ്വീകരിച്ചുവോ അതുപോലെ ദുഃഖത്തെയും സ്വീകരിച്ചു എന്നാണ്. എന്നിട്ട് രാമൻ അതിന് ഉദാഹരണം പറയാണ്, എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം? എൻ്റെ മുന്നിൽ നല്ല ഉദാഹരണമുണ്ട്. എന്താണ്? ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക്. ഈ സൂര്യവംശത്തിൽ തന്നെ ഭഗീരഥൻ എന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു. ആ ഭഗീരഥൻ അദ്ദേഹത്തിന്റെ പൂർവികരായിട്ടുള്ള സഗര പുത്രന്മാർക്ക്, സഗരന്റെ 60,000-ഓളം വരുന്ന പുത്രന്മാര് കപില മഹർഷിയുടെ
നോട്ടം കൊണ്ട് ജ്വലിച്ച് ചാമ്പലായിപ്പോയി. അവർക്ക് മുക്തി വരാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഭൂമിയിലൂടെ ഒഴുകി പാതാള ലോകത്ത് ചെന്ന് ആ പിതൃക്കൾക്ക് മുക്തി കൊടുത്തു. അത്രയും വലിയ പ്രയത്നം ചെയ്തു. ഇപ്പൊ ഏറ്റവും വലുതായിട്ട് പണിയെടുക്കുമ്പോൾ പ്രയത്നിക്ക് പറയും ഭഗീരഥ പ്രയത്നം എന്ന് പറയും. ആ ഭഗീരഥനാണ് എനിക്ക് മാതൃക. അദ്ദേഹം ചെയ്തിട്ട് ഇത്രയും വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെയോ പൂരൂരവസ് അച്ഛൻ ചോദിച്ചു, നിന്റെ യൗവനം എനിക്ക് തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വാർദ്ധക്യം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോ ബാക്കി മക്കളൊന്നും കൂട്ടാക്കിയില്ല. പൂരു അച്ഛന് തൻ്റെ യൗവനം കൊടുത്ത് വാർദ്ധക്യം സ്വീകരിച്ചു. പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നുടെ യൗവനം നൽകി ജരാ നരയും വാങ്ങി ദിവ്യന്മാരായാൽ പിതൃപ്രസാദത്തിനാ. അവരൊക്കെ ഇന്നും സ്മരിക്കപ്പെടുന്ന ആൾക്കാരാ. അവരെ പിതൃക്കൾക്ക് വേണ്ടി അച്ഛന് വേണ്ടിയിട്ട് എന്തു ചെയ്യാനും മടിക്കാത്ത ആൾക്കാരാ. എനിക്ക് അത്രയൊന്നും വേണ്ടല്ലോ, അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനുള്ള അവകാശം. എനിക്ക് ആകെ 14 കൊല്ലം കാട്ടിലേക്ക് പോകണം. അത് ചെറിയ കാര്യമല്ലേ? ഭഗീരഥൻ ചെയ്തത് നോക്കണ സമയത്ത്, പൂര് ചെയ്തത് നോക്കുന്ന സമയത്ത് എത്ര ചെറിയ കാര്യമാണ്. ഇത് പറയാൻ വേണ്ടിയാണ് അച്ഛൻ സങ്കടപ്പെടുന്നത്. ഇത് കേട്ടപ്പോ ദശരഥന് സന്തോഷമില്ലാത്ത ദശരഥൻ പറഞ്ഞു, ഏ വേണമെങ്കിൽ എന്നെ പിടിച്ചു കെട്ടിക്കൊള്ളും. സ്ത്രീജിതനായ അതികാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതു മകപ്പെടാ. നീ വേഗം എന്നെ പിടിച്ചു കെട്ടുക. ഞാൻ സ്ത്രീജിതനാണ്. ഈ കൈകേയി പറയുന്ന ഒരു ഒന്നും മിണ്ടാൻ പറ്റാതെ കൊണ്ടിരിക്കുക. എന്നെ നീ പിടിച്ചു കെട്ടിയിട്ട് രാജ്യം ഗ്രഹിച്ചു. കാരണം ക്ഷത്രിയർക്ക് അത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ സത്യം ശരിയാവില്ല എന്നിങ്ങനെ രാമൻ പറഞ്ഞപ്പോ രാമനോട് ദശരഥൻ പറഞ്ഞപ്പോ രാമൻ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം അച്ഛൻ്റെ വാക്കിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. എന്തായാലും ദശരഥൻ വീണ്ടും കരഞ്ഞു നിലവിളിച്ച് കിടന്നു, തൻ്റെ മകനെ പിരിയേണ്ടി വരുന്നു വെച്ചിട്ട്. രാമൻ പറഞ്ഞു, എന്തിനെന്താതവൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡം ഇതിന്നു മഹീപത. എന്തിനാ വെറുതെ കരയുന്നത്? സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയമില്ലത് രണ്ടിനും. മക്കളായിട്ടുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഭരതനും എനിക്കും ഒരു ശക്തിക്ക് കുറവില്ല. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഭരതൻ രാജ്യം ഭരിക്കട്ടെ, ഞാൻ കാട്ടിലേക്ക് പൊക്കോളാം. ഓർക്കിലി രാജ്യഭാരം ഭരിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഈ രാജ്യം ഭരിക്കുന്നതൊക്കെ എത്രയോ സുഖമാണ് കാട്ടില്. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്ക് വിധിച്ചത് നന്നല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ഈ നാട്ടിലാവുമ്പോ എത്ര ആൾക്കാരെ കാര്യങ്ങൾ നോക്കണം, അവരൊക്കെ സന്തോഷം കാണും. കാട്ടിലാവുമ്പോ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ എന്ന് പറഞ്ഞ് തനിക്ക് അഹിതം ചെയ്ത, തനിക്ക് മോശമായ കാര്യം ചെയ്ത ആ കൈകേയിയെ പോലും അഭിനന്ദിക്കുകയാണ് രാമൻ ഇവിടെ ചെയ്തത്. എത്ര മക്കൾക്ക് സാധിക്കുന്നു പറയാ ഇങ്ങനെയൊക്കെ രാമനെ പോലെ ചിന്തിക്കാനായിട്ട്. അവിടെയാണ് രാമനെ നമ്മളെ എങ്ങനെ മാതൃകയാക്കണം. രാമായണം മുഴുവൻ പഠിക്കുമ്പോൾ രാമനെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവാനാണ്. നമുക്ക് നേരെ വരുന്ന ഓരോ കാര്യത്തെയും നന്നായി നേരിട്ട് വിജയിക്കുന്ന ആളാ രാമൻ. രാമൻ ഇത്രയും വലിയ ദുർഘടത്തെ വന്നപ്പോ രാമൻ തനിക്ക് അനുകൂലമാക്കിയിട്ടാണ് അതിനെ കണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യയോട് പറഞ്ഞിട്ട് ഉടനെ തന്നെ പോകാം എന്ന് പറഞ്ഞ് നേരെ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് ചെന്നു. കൗസല്യ ആണെങ്കിലോ തൻ്റെ മകന് വേണ്ടതായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കാൻ പൂജയും ദാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് മകൻ വന്നോന്ന് അറിഞ്ഞില്ല എന്ന് പറയാം. തൊഴിമാറി എന്ന് അല്ലെങ്കിൽ സുമിത്രയും ബാക്കിയുള്ളവരൊക്കെ ചെന്ന് വിളിച്ചപ്പോഴാണ് കൗസല്യ അറിയുന്നത്. പിന്നെ തൻ്റെ മടിയിലിരുത്തി രാമനെ. പക്ഷെ രാമന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു സന്തോഷം തോന്നണില്ല. രാജാഭിഷേകത്തിന് സന്തോഷമൊന്നും കാണില്ല. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി? നിനക്ക് വിശക്കുന്നുണ്ടോ? അമ്മ ഭക്ഷണം തരാം. അപ്പൊ രാമൻ പറഞ്ഞു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനും സമയമില്ല. ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് പോകണം. കൈകേയി അമ്മയ്ക്ക് അച്ഛൻ 2 വരം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ വരം എന്താ? ഭരതനെ രാജാവായി വായിക്കുക, പിന്നെ എന്നെ കാട്ടിലേക്ക് അയക്കുക. 14 കൊല്ലം കാട്ടില് കഴിയണം. അത് കഴിഞ്ഞ് ഞാൻ വരാം. അമ്മ ഒരു സങ്കടവും വേണ്ട കേട്ടോ. ഇത് കേട്ടവർക്ക് തന്നെ കൗസല്യ ബോധം കെട്ട് വീണു. പിന്നെ പറഞ്ഞു, അങ്ങനെ നീ കാട്ടിൽ പോവുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം. ദണ്ഡകാരണ്യത്തിനു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. നീ എന്നെ കൊണ്ടുപോകാണ്ടാണ് പോകണമെങ്കിലോ ഞാൻ ആ ദണ്ഡധരാലയം യമന്റെ ലോകത്തോ ഞാൻ ചത്തുപോകും.
പറയാണ്, പൈതലേ വേർവിട്ടു പോയ പശുവിനുള്ള ആദ്യ പറഞ്ഞറിയിച്ചിടരുതല്ലോ. പഴയ കാലത്തൊരു വലിയൊരു സംഭവമാണ്. ഇപ്പോഴും പശുവിനെ നോക്കുന്ന ആൾക്കാരൊക്കെ കണ്ട പശുവിന്റെ കിടാവിനോടുള്ള ആ വലിയ വാത്സല്യം അതിങ്ങനെ കയറ് പൊട്ടിക്കും, അത്രയും ആണ്. അതുപോലെയാണ് നീ പോയാൽ എൻ്റെ കാര്യം. നീ എന്തിനാ കാട്ടിലേക്ക് പോണേ? ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, എന്തിനാ രാജാവ് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൈകേയിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഇനി അച്ഛൻ പറയാണ് നീ കാട്ടിലേക്ക് പോകണമെന്ന്, ഞാൻ പറയാം, അമ്മ പറയാണ് നീ പോവാൻ പാടില്ല. അങ്ങനെ നീ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ വെടിയും, ഈ വംശം തന്നെ ഇല്ലാതെ കണ്ടാവും. ഇതൊക്കെ കേട്ട് രാമൻ ഒരു കൂസലില്ലാതെ നിൽക്കുക. പക്ഷെ ലക്ഷ്മണന് സാധിച്ചില്ല എന്ന് പറയാം. ലക്ഷ്മണൻ ഇങ്ങനെ എന്താ പറയാ, വളരെയധികം കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ്. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ അച്ഛനെയും അച്ഛൻ്റെ ആളുകളെയും ആ കൈകേയിയും ആരൊക്കെ വേണോ പിടിച്ചു കെട്ടി അവരൊക്കെ വേണമെങ്കിൽ കൊന്നിട്ടായാലും ശരി ചേട്ടൻ്റെ അഭിഷേകം ഞാൻ നടത്തും. എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല. തോന്നിവാസം കാണിക്കുകയാണെങ്കിൽ അത് ആചാര്യം ചെയ്തതായാലും ശരി ആരായാലും ശരി അതിനെ നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വളരെ കോപത്തോടു കൂടി അങ്ങോട്ട് ലക്ഷ്മണൻ നിൽക്കുക. അപ്പോൾ ലക്ഷ്മണൻ സാക്ഷാൽ ആദിശേഷനാണ്, അനന്തമൂർത്തിയാണ്. ആ ലക്ഷ്മണന്റെ കോപം കണ്ടപ്പോൾ ആ കോപം അവിടെ യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാനായിട്ട് ഭഗവാൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്ന ഭാഗങ്ങളാണ്. വളരെ കേമമായിട്ടുള്ള ലക്ഷ്മണോപദേശമാണ്, അല്ലെങ്കിൽ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറഞ്ഞ ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്.